ഇത് നമ്മുടെ ഇന്റർഫേസ് POS പ്രൊഫഷണൽ എന്നുള്ള സൂപ്പർ മാർക്കറ്റ് വേരിയന്റിന്റെ ഒരു ഷോർട്ട് ഡെമോ വീഡിയോ ആണ്. സോ നമുക്ക് ആദ്യം ആ ഒരു നമ്മുടെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ഡെമോ കമ്പനി ആയിരിക്കും നോർമലി ഫസ്റ്റ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ നോർമലി ചെയ്യേണ്ടത് ആ ഡെമോ കമ്പനി മാത്രമായിരിക്കും. ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഡെമോ കമ്പനി മാത്രമായിരിക്കും. സോ ഡെമോ കമ്പനി നമ്മൾ നെക്സ്റ്റ് അടിച്ച് നമ്മൾ എൻ്റർ അടിച്ച് കയറുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് വരും. സോ ഈ യൂസർ നെയിം ആൻഡ് പാസ്വേഡിൽ വന്നുകൊണ്ട് നമുക്ക് അഡ്മിൻ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് അഡ്മിൻ എന്ന് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ ഡിഫോൾട്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. സോ അഡ്മിൻ കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്ത ശേഷം ഫസ്റ്റ് നമുക്ക് മാനേജ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ന്യൂ കമ്പനി നമ്മുടെ എന്താണോ നമ്മുടെ ഷോപ്പിന്റെ പേര്, സോ ഈ ഒരു ഓപ്ഷനിൽ നിന്നും ന്യൂ കമ്പനി ക്രിയേറ്റ് ചെയ്ത് ഓക്കെ ഇവിടെ പേര് കൊടുത്ത് നമ്മളൊരു പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ ആദ്യത്തെ ഫീൽഡ് എന്ന് പറയുന്നത് SQLന്റെ പേരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിന്റെ പേരാണ്. ഇവിടെ സ്പേസസ് ഒന്നും തന്നെ പാടില്ല. സോ രണ്ടാമത്തേത് നമ്മുടെ കമ്പനിയുടെ നെയിം. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്യേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് വരേണ്ട കമ്പനിയുടെ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ്. സോ ഇവിടെ നമുക്ക് സ്പേസ് ഉൾപ്പെടെ ഇട്ടുകൊണ്ട് നമുക്ക് കമ്പനി നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ ഇവിടെ കമ്പനി കോഡും കമ്പനി നെയിമും കൊടുത്ത ശേഷം ഞാൻ സേവ് ചെയ്ത് ഞാനിവിടെ ലോഗൗട്ട് ചെയ്ത് ഞാൻ പുറത്തെ വിൻഡോയിലേക്ക് വരേണ്ടതാണ് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി ഡെമോ കമ്പനിയുടെ സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ കമ്പനി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ കമ്പനി സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് യൂസർ നെയിമും പാസ്വേഡ് ചോദിക്കും. ഇപ്പോൾ സ്റ്റാഫുകൾക്ക് നമ്മൾ പ്രത്യേകം യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകം യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളിവിടെ റിമെമ്പർ എന്നൊരു ഓപ്ഷൻ ഇടാൻ പാടില്ല. ബിക്കോസ് റിമെമ്പർ എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ഫീൽഡിൽ യൂസർ നെയിമും പാസ്വേഡും ഓട്ടോ സേവ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് കയറി പോകാനായിട്ട് സാധിക്കും. സോ സ്റ്റാഫുകൾക്ക് സെപ്പറേറ്റ് യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ റിമെമ്പർ ഇടാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഈ സോഫ്റ്റ്വെയറിനകത്ത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് കമ്പനീസും നമുക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് യൂസേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഞാനിവിടെ അഡ്മിൻ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് യൂസറാണ്, എല്ലാ റൈറ്റ്സും ഉള്ള യൂസറാണ്. സോ അഡ്മിൻ അടിച്ച് ഞാനിവിടെ ലോഗിൻ ചെയ്തു. ഓക്കെ, സോ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയറിന്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കമ്പനിയുടെ സെറ്റിംഗ്സ്, നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് നമുക്ക് സെറ്റിംഗ്സിനകത്ത് എനേബിൾ ചെയ്യാന്നുള്ളതാണ്. സോ കുറച്ചധികം ഫീച്ചേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത് നമുക്ക് ബാർകോഡ് ഫെസിലിറ്റി, അതായത് ബാർകോഡ് ബേസ്ഡ് ബില്ലിംഗ് ആണോ അല്ലെങ്കിൽ ബാർകോഡ് ഇല്ലാതെയാണോ ബില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ബാർകോഡ് ഇല്ലാതെ നമുക്ക് ബാർകോഡ് ബേസ്ഡ് അല്ലാതെ നമുക്ക് ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ബാർകോഡ് ബേസ്ഡ് ബില്ലിംഗ് ആണോ അല്ലേ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ട മെയിൻ സ്റ്റെപ്പ്. ബിക്കോസ് ഇത് നമുക്ക് ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാർകോഡ് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ബാർകോഡ് ബേസ്ഡ് ആണെങ്കിൽ ബാർകോഡ് എനേബിൾ ചെയ്യുക. അതേപോലെ ഈ കമ്പനിയിൽ എക്സ്പയറി ബേസ്ഡ് ആണ്, ഇപ്പോൾ എക്സ്പയറി ഉള്ള പ്രോഡക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്പയറി മാനേജ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പയറിയും നമുക്ക് ആദ്യമേ നമ്മൾ എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഒക്കെ എനേബിൾ ചെയ്ത ശേഷം നമ്മൾ ഒരു കമ്പനി കോൺഫിഗറേഷൻ ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കോൺഫിഗറേഷൻ നമ്മൾ സേവ് ചെയ്യുക. ഓക്കെ, കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സോഫ്റ്റ്വെയറിന്റെ ഡെമോയിലേക്ക് വരാം. സോ ഒരു സോഫ്റ്റ്വെയറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഓക്കെ, സോഫ്റ്റ്വെയറിന്റെ വർക്കിംഗ് ആയാലും ഷോപ്പിന്റെ വർക്കിംഗ് ആയാലും ബേസിക് ആയിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഐറ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതായത് നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കൊടുത്തിട്ട് ഒരു ഐറ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആ സ്റ്റോക്ക് വരുമ്പോൾ, ആ പ്രോഡക്റ്റിന്റെ സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, മൂന്നാമത് അത് ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക. ഓക്കെ, ഇത് 3ഉമാണ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ വർക്കിങ്ങിലേക്ക് വരുന്നത്. മറ്റുള്ള എല്ലാ ഫീച്ചേഴ്സും, മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഇതിന്റെ സപ്പോർട്ടിംഗ് ഫീച്ചേഴ്സ് ആണ്. ഏതാണ്ട് 300ഓളം റിപ്പോർട്ടുകൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 50-ൽ പുറത്ത് ഫീച്ചേഴ്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെയും ഇതിന്റെ സപ്പോർട്ടിംഗ് ഫീച്ചേഴ്സ് ആണ്. സോ ബേസിക് ആയിട്ട് വരുന്ന 3 കാര്യങ്ങൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സോ ഇതിന് ഈ പറഞ്ഞ 3 കാര്യങ്ങളും, ഈ പറഞ്ഞ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിൽ മെനുവിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഞാൻ ആദ്യം ഐറ്റം മെനുവിൽ നിന്ന് ഞാൻ പ്രോഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു.
സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ക്രിയേഷൻ വിൻഡോ. ഒരു പ്രോഡക്റ്റ് ക്രിയേഷൻ വിൻഡോയ്ക്കകത്ത് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ അതിന്റെ പേര് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു ടൈഗർ ഗ്ലൂക്കോസ് 75 ഗ്രാം എന്നുള്ള ഐറ്റമാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടൈഗർ. ഓക്കെ, സോ നമ്മൾ ഐറ്റം കോഡിനകത്ത് നമ്മളൊരു പേരടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ഐറ്റം നെയിമിലേക്ക് വരുന്നതായിരിക്കും. സോ ഐറ്റം കോഡ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഇൻ കേസ് നമുക്കൊരു പ്രോഡക്റ്റ് നമുക്ക് ഈസി ബിൽഡിങ്ങിനായിട്ട് ഒരു ഷോർട്ട് കോഡൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഞാനിവിടെ ഇപ്പോൾ നമ്മൾ നോർമലി കണ്ടുവരുന്ന പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഐറ്റം കോഡും ഐറ്റം നെയിമും എപ്പോഴും എന്താണ് സെയിം പേര് തന്നെയാണ് കൊടുത്തു പോകുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. സോ ഞാനിവിടെ ഐറ്റം നെയിമും ഐറ്റം കോഡും കൊടുത്തു. അതിനുശേഷം നമ്മുടെ പർച്ചേസ് ബില്ലിനകത്തുള്ള HSN കോഡ് ഞാനിവിടെ ഒരു ഡമ്മി HSN കോഡ് ഞാൻ എൻ്റർ ചെയ്യാണ്. HSN കോഡ് എൻ്റർ ചെയ്തു. അതിനുശേഷം ഇത് എത്ര ടാക്സ്, ഇതിൻ്റെ ടാക്സ് പെർസെൻറ്റേജ്, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, സോ ഞാനവിടെ 18 കൊടുത്തു. അതിനുശേഷം ഈ പ്രോഡക്റ്റിൻ്റെ പർച്ചേസ് റേറ്റ് ചോദിക്കുന്നുണ്ട്, ഞാനവിടെ 7 കൊടുത്തു. സെയിൽസ് റേറ്റ് ചോദിക്കുന്നുണ്ട്, ഞാനവിടെ 9.5 കൊടുത്തു. MRP ചോദിക്കുന്ന സ്ഥലത്ത് ഞാൻ 10 കൊടുത്തു. ഓക്കെ, സോ ഇവിടെ ഇനിയാണ് ഐറ്റം ക്രിയേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കൊടുത്ത 7 എന്നുള്ള പർച്ചേസ് റേറ്റ് ടാക്സ് ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ, ടാക്സ് ഇല്ലാതെ 7 എന്ന് പറഞ്ഞ എക്സ്ക്ലൂസീവ് ടാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യേണ്ടതായിട്ടില്ല. അതേപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന 9.5 ടാക്സ് ഉൾപ്പെടെയുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. ടാക്സ് ഇല്ലാത്ത വാല്യൂ ആണെങ്കിൽ അത് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രാക്ടീസ് എന്ന് വെച്ചാൽ നോർമലി സെയിൽസിന് ടിക്ക് കൊടുക്കുകയും സെയിൽസ് വാല്യൂ എപ്പോഴും ഇൻക്ലൂസീവ് വാല്യൂ ഇടുകയും പർച്ചേസ് വാല്യൂ എപ്പോഴും എക്സ്ക്ലൂസീവ് വാല്യൂ ഇടുകയുമാണ് ചെയ്തു വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ബിക്കോസ് പർച്ചേസ് ബില്ലിനകത്ത് എപ്പോഴും എക്സ്ക്ലൂസീവ് റേറ്റ് ആയിരിക്കും. ഒട്ടുമിക്ക എല്ലാ ബില്ലുകളിലും കണ്ടുവരുന്നത് എക്സ്ക്ലൂസീവ് റേറ്റ് ആയിരിക്കും ആ ബില്ലിനകത്ത് ഉണ്ടായിരിക്കുക. സോ ഈസ് ഓഫ് ആക്സസ്, നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ബില്ലൊക്കെ എൻ്റർ ചെയ്യാൻ എപ്പോഴും സൗകര്യം എന്ന് പറയുന്നത് ഇത് എക്സ്ക്ലൂസീവ് റേറ്റ് കൊടുത്തു പോകാനായിട്ടായിരിക്കും. പർച്ചേസ് റേറ്റ് എക്സ്ക്ലൂസീവും സെയിൽസ് റേറ്റ് ഇൻക്ലൂസീവ് ആയിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും കണ്ടുവരുന്ന പ്രാക്ടീസ്. ഓക്കെ, സോ അതിനുശേഷം ഇതിനകത്ത് കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. സബ് കാറ്റഗറി എന്താണ്? സബ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രോഡക്റ്റിന്റെ എന്ത് കാറ്റഗറി ആണെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു ബിസ്ക്കറ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുന്നത് ഇതിന്റെ മാനുഫാക്ചർ. ഓക്കെ, അടുത്ത സെക്കൻഡ് ഫീൽഡ് മാനുഫാക്ചർ ആണ്, ഇതിന്റെ മാനുഫാക്ചർ ചെയ്ത്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിലുള്ള പെൻസിൽ ടൂൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വൺ ടൈം ക്രിയേഷൻ ആണ്. ഒരു പ്രോഡക്റ്റിന് വേണ്ടി നമ്മളത് ഒരു പേര് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സിമിലർ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് എടുക്കുവാനും സാധിക്കും. ഓക്കെ, സോ ഇതെല്ലാം തന്നെയും ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് വർക്കിങ്ങിന് അല്ലെങ്കിൽ ഒരു കുറച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഇത്തരം കാറ്റഗറീസും മാനുഫാക്ചേഴ്സിനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് നല്ലൊരു സമയത്ത് നമുക്ക് എന്താ കാറ്റഗറി വൈസ് സ്റ്റോക്ക്, മാനുഫാക്ചർ വൈസ് സ്റ്റോക്ക്, കാറ്റഗറി വൈസ് പ്രോഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കാറ്റഗറിയും മാനുഫാക്ചറും ഒക്കെ കൊടുക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളെ സഹായിക്കും. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ഇപ്പോൾ ഇതൊരു പീസസിൽ വിൽക്കുന്ന ഒരു ഐറ്റമാണ്. സോ ഇവിടെ യൂണിറ്റിൽ ഞാൻ പീസസ് അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ ROL എന്നൊരു ഓപ്ഷൻ ഉണ്ട്, റിയോർഡർ ലെവൽ. റിയോർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റിയോർഡർ ലെവൽ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ സ്റ്റോക്കിന്റെ കൗണ്ട് 5ൽ താഴെ പോകുന്നു, ഞാൻ ഇപ്പോൾ 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്, 5ൽ താഴെ പോകുന്നു, അപ്പോഴും നമുക്ക് റീഓർഡർ ലെവൽ. ഓക്കെ, ഇത് എപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് റീഓർഡർ ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, സോ 5ൽ താഴെ പോകുമ്പോൾ നമുക്ക് റിപ്പോർട്ട്സിനകത്ത് നമുക്ക് അലേർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീഓർഡർ ലെവൽ എന്നൊരു ഓപ്ഷൻ നമ്മൾ കൊടുത്തേക്കുന്നത്. അതിനുശേഷം റാക്ക് ഉണ്ട്. സോ റാക്കിനകത്ത് നമുക്ക് ഏത് റാക്കിലാണ് അല്ലെങ്കിൽ ഏത് ഷെൽഫിലാണോ ഇത് വെച്ചേക്കുന്നത് അതിന്റെ ഷെൽഫിന്റെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. സോ അതേപോലെ തന്നെ ഇതിനകത്ത് സബ് യൂണിറ്റ്, ഇപ്പൊ നമുക്ക് ഒരു പ്രോഡക്റ്റ് തന്നെ ഒന്നിലധികമോ യൂണിറ്റ്, ഇപ്പോൾ നമ്പേഴ്സ് ആയിട്ടും ഡസൻസ് ആയിട്ടുമോ അല്ലെങ്കിൽ ബോക്സ് ആയിട്ടും ഒക്കെ വിൽക്കണമെങ്കിൽ നമുക്കിവിടെ സബ് യൂണിറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ സിഗരറ്റ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സിനൊക്കെ വേണ്ടിയിട്ട് അഡീഷണൽ സെസ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഡിഫോൾട്ട് ബാച്ച് എന്നുള്ള ഓപ്ഷനകത്ത് നമുക്ക് ബാർകോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിഫോൾട്ട് ബാച്ച് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിന് ഒന്നിലധികം ബാർകോഡ്സ് ഉണ്ടെങ്കിൽ ഏതാണ് ഡിഫോൾട്ട് ബാച്ച് എന്ന് കൊടുക്കാനുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ബാർകോഡ് കൊടുക്കാം. ബാർകോഡ് കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ സേവ്ഡ് എന്ന് കാണിച്ചു, ഈ പ്രോഡക്റ്റ് സേവ് ആയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് നമുക്ക് എൻട്രി ചെയ്ത് പോകാം. ഒരു പർച്ചേസ് ബില്ലിനകത്ത് 10 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് 10 പ്രോഡക്റ്റുകളും ക്രിയേറ്റ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് പർച്ചേസിലേക്ക് പോകാം.
സോ ഈ ഡെമോ വീഡിയോയിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം ഒരു പ്രോഡക്റ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ പർച്ചേസിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ ഞാൻ പർച്ചേസ് വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്തു. സോ അതിനുശേഷം ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് നമുക്ക് സ്പേസ് അടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഏത് പ്രോഡക്റ്റ്, ഇപ്പോൾ ആ ഒരു ഇൻവോയ്സിനകത്തുള്ള ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്കിങ്ങനെ സെർച്ച് ചെയ്തെടുക്കാം. സോ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദിക്കുന്നത് അതിൻ്റെ ബാർകോഡാണ്. സോ ബാർകോഡ് നമുക്ക് എന്ത് ചെയ്യാം, ഈ അവിടെ വരുന്ന ഓട്ടോ ബാർകോഡ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബാർകോഡ് നമുക്കിവിടെ നമ്മുടെ ബാർകോഡ് സ്കാനർ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യുകയോ എൻട്രി ചെയ്തോ നമുക്കിവിടെ അത് ബാർകോഡ് നമുക്കിവിടെ ഫീഡ് ചെയ്യാം. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് നേരെ ക്വാണ്ടിറ്റിയിലേക്കാണ് പോകുന്നത്. നമുക്കിപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് ആ ഒരു എത്ര ക്വാണ്ടിറ്റീസ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി 72 കൊടുത്തു. നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്, ക്വാണ്ടിറ്റി 1 ആവുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ പർച്ചേസ് റേറ്റ് എന്ന് പറയുന്നത് 7 ആണ് കൊടുത്തത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ഇവിടെ 8.26 ആണ്. നമുക്കിവിടെ ഗ്രിഡുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ 8.26 ആണ് നമുക്കിവിടെ ടോട്ടൽ കാണിക്കുന്നത്. സോ ബിക്കോസ് നമ്മൾ നേരത്തെ ഐറ്റം ക്രിയേറ്റ് ചെയ്തപ്പോൾ 7 rupees പർച്ചേസ് റേറ്റ് കൊടുത്തിട്ട് അത് എക്സ്ക്ലൂസീവ് ഓഫ് ടാക്സ് എന്നാണ് കൊടുത്തത്. സോ 7 + 18% ടാക്സ് വരുമ്പോൾ 8.26 ആവുന്നത്. സോ അതിവിടെ സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്തു. സോ അതിനുശേഷം ഞാനിപ്പോൾ വാങ്ങിക്കുന്ന കൗണ്ട് 72 ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 72 എന്ന് കൊടുത്തു. സോ ടോട്ടലി അവിടെ 594.72. ഓക്കെ, റൗണ്ട് ഓഫ് ചെയ്തിട്ട് 594 നമുക്കിവിടെ റൗണ്ട് ഓഫ് ചെയ്ത് 595ലേക്ക് 594ലേക്കോ എത്തിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിനുശേഷം നമുക്കിവിടെ സെക്കൻഡ് പ്രോഡക്റ്റ് നമുക്കിവിടെ ഇതേ രീതിയിൽ സെക്കൻഡ് പ്രോഡക്റ്റ് നമുക്ക് ലോഡ് ചെയ്തെടുത്ത് നമുക്ക് അതിൻ്റെ കൗണ്ട് കൊടുത്ത ശേഷം നമുക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ഒരു പ്രോഡക്റ്റ് മാത്രമേ ഞാനിവിടെ എൻട്രി ചെയ്യുന്നുള്ളൂ. സോ അതിനുശേഷം ഞാൻ ഈ പ്രോഡക്റ്റ് ലോഡ് ചെയ്ത് ക്വാണ്ടിറ്റി കൊടുത്ത് പ്രൈസ് കൊടുത്ത് സെയിൽ റേറ്റ് എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, MRP എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രോഡക്റ്റിൻ്റെ നമ്മൾ കൊടുത്ത സ്റ്റോക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ടൈഗർ ബിസ്ക്കറ്റ് അടിക്കുമ്പോൾ ടൈഗറിന് അടിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ 72 എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഞാൻ കഴിഞ്ഞ പർച്ചേസ് സേവ് ആയപ്പോൾ ആ ഒരു സ്റ്റോക്കും നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത ശേഷം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന സെയിൽസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു. ഓക്കെ, കസ്റ്റമർ വന്നിട്ട് നമ്മളൊരു ടൈഗർ ബിസ്ക്കറ്റിൻ്റെ ഒരു 5 ക്വാണ്ടിറ്റീസ് കസ്റ്റമർ പർച്ചേസ് ചെയ്യുക, കസ്റ്റമറിന് നമ്മൾ സെയിൽ ചെയ്യുമെന്ന് വിചാരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ നേരത്തെ ഫീഡ് ചെയ്ത് വെച്ച ബാർകോഡ് നമുക്കിവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രോഡക്റ്റ് ഇവിടെ ലിസ്റ്റഡ് ആവും. ഇൻ കേസ് ബാർകോഡ് നമുക്ക് ഷൂട്ട് ആകുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ബാർകോഡ് വഴിയില്ല നമുക്ക് മാനുവലി ബില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാർകോഡിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്പേസ് അടിച്ച് നമുക്ക് സെർച്ച് വിൻഡോ ആദ്യം ആക്ടിവേറ്റ് ചെയ്യുക, സെർച്ച് വിൻഡോ ആദ്യം എനേബിൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, പ്രോഡക്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ പേരിലുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് താഴെ കാണിക്കും. അവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എൻ്റർ അടിച്ച് സെലക്ട് ചെയ്ത ശേഷം എത്ര ക്വാണ്ടിറ്റി, ഓക്കെ, കസ്റ്റമർ എത്ര ക്വാണ്ടിറ്റിയാണ് എടുത്തത് അത്രയും ക്വാണ്ടിറ്റി കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളിപ്പോൾ പ്രൈസ് കൊടുത്തേക്കുന്നത് 9.5 ആണ്. നേരത്തെ നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് റേറ്റ് നമ്മൾ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ടാക്സ് അഡീഷണൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ, 9.5 എന്ന് പറയുന്നത് ടാക്സ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ്. സോ ഞാനിവിടെ ഒരു ക്വാണ്ടിറ്റി ഞാനിവിടെ 5 കൊടുത്തു. സോ 5 × 9.5 is 47.50. ഇത് ചെയ്ത ശേഷം നമ്മൾ സേവ് ചെയ്യുമ്പോൾ, ഓക്കെ, സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെയിൽസ് ബില്ലിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതേ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. സോ ഞാനിവിടെ സേവ് ചെയ്തു. ഫസ്റ്റ് ഇൻവോയ്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്, അതായത് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഒരു സീരിയൽ നമ്പർ ഇപ്പോൾ ഓൾറെഡി ഒരു 5000 ബിൽസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 5001 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. സോ ഞാനിവിടെ ഫസ്റ്റ് ബിൽ നമ്പർ 1 തന്നെ കൊടുത്തു. ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ സെക്കൻഡ് ഇൻവോയ്സിലേക്ക് ചെന്ന് നിൽക്കുന്നു. സോ ഇത്തരം കാര്യങ്ങളാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. സോ നമുക്കത് ഇനി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിനി ടൈഗർ ബിസ്ക്കറ്റിൻ്റെ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 67 കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ 72 പർച്ചേസ് ചെയ്തു, 5 നമ്മൾ സെയിൽ ചെയ്തു. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ഇതിനുശേഷം അക്കൗണ്ട്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽസ്, പിന്നെ ഏതാണ്ട് നമുക്ക് 300ഓളം റിപ്പോർട്ടുകൾ, നമ്മുടെ പ്രോഫിറ്റ് അനാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ, ഓരോ സെയിൽ നടക്കുമ്പോഴും എത്ര പ്രോഫിറ്റ് നടന്നു,
നമ്മുടെ സ്റ്റോക്ക്, നമുക്കിപ്പോൾ എത്ര ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണുവാനായിട്ട് ഇതിനകത്ത് മറ്റനേകം സപ്പോർട്ടിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഇതൊരു ബേസിക് ഡെമോ വീഡിയോയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയിൽ നമുക്ക് ഇത്തരം മറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.